ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1251 ദിവസം. ഇന്ന് പെന്തക്കോസ്തി പെരുന്നാൾ. പെന്തക്കോസ്ത് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. യേശുതമ്പുരാന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 7 ആഴ്ച കഴിയുമ്പോഴാണ് പെന്തക്കോസ്തി പെരുന്നാൾ ആഘോഷിക്കപ്പെടുക. അന്ന് ശിഷ്യന്മാരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാണ്. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയാണ്. അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമയോടെ കാത്തിരുന്നു. ഇന്ന് കുടുംബങ്ങളിലും സഭകളിലും ആവശ്യമായിരിക്കുന്നതും ഇത് തന്നെയാണ്. ഒരുമിച്ച് കൂടിയിരിക്കുക, ഐക്യമുണ്ടാവുക, പ്രാർത്ഥനയുണ്ടാവുക, കാത്തിരിക്കുവാനുള്ളതായ മനസ്സും ഉണ്ടാവുക. അന്ന് മാളികമുറിയിൽ കൂടിയിരുന്നവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി. തീ സകലത്തെയും ശുദ്ധീകരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഒക്കെ ശുദ്ധീകരിക്കും. പ്രിയമുള്ളവരെ, ആത്മാവിന്റെ നിറവ് ദുർബലരെയും ശക്തരാക്കി മാറ്റും. ഇന്ന് വിദ്യയിൽ സമ്പന്നരായിരിക്കുമ്പോഴും സൗകര്യങ്ങളിൽ ഔന്നത്യത്തിൽ എത്തി നിൽക്കുമ്പോഴും നമുക്കേറെ ആവശ്യമായിരിക്കുന്നത് ആത്മാവിന്റെ നിറവാണ്, ജ്വലിക്കുന്ന പ്രാർത്ഥനയാണ്, വിശുദ്ധ ജീവിതമാണ്. ഈ പെന്തക്കോസ്തി പെരുന്നാളിന്റെ ദിവസത്തിൽ എൻ്റെ ദൈവമേ, എന്നെയും അവിടുത്തെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, പെന്തക്കോസ്തി ഇന്നും അനുഭവിക്കേണ്ട ആത്മീയ യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ ഹൃദയങ്ങൾ ലോകത്തെ മാറ്റുവാൻ പര്യാപ്തമാണ് എന്ന് നാം തിരിച്ചറിയുകയും വേണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.